ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ടൊയോട്ട ഹൈറൈഡർ ബേസ് മോഡൽ വെഹിക്കിളിൽ കുറച്ച് അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. 360 ക്യാമറ ചെയ്യുന്നുണ്ട്, അതുപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ പ്ലസ് ഡാമ്പിങ്, കോമ്പോണൻറ്റ് സ്പീക്കേഴ്സ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അധികം സമയം കളയാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ നമ്മളൊരു ലോങ് ബ്രേക്കിന് ശേഷമാണ് ഇത്തരം ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും ചോദിക്കാറുണ്ട് വീഡിയോസ് എന്താണ് വരാത്തതെന്നൊക്കെ. ഒരുപാട് തിരക്കുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു സർപ്രൈസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വരും വീഡിയോകളിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ വീഡിയോ കാണാം. ഇനിയും ഞാൻ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല നല്ല വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. കൂടുതലും ഇൻസ്റ്റയിൽ നമുക്ക് എല്ലാ വീഡിയോസും ചെയ്യാറുണ്ട്, പക്ഷേ ഇത്തരം ലെങ്തി വീഡിയോസ് ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല. അപ്പോൾ ഇനി മാക്സിമം ശ്രമിക്കുന്നതാണ് വീഡിയോസുമായിട്ട് വരാൻ. അപ്പോൾ അധികം സമയം കളയുന്നില്ല, നമുക്ക് ഇനി വീഡിയോ കണ്ട് തിരിച്ചു വരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ടൊയോട്ട ഹൈറൈഡർ ബേസ് മോഡൽ വേരിയൻ്റ് ആണ്. ഇതിൽ ഓൾറെഡി ഡീക്രോമിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ച് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ ഇതിൽ. അപ്പോൾ നമ്മളിതിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്പീക്കേഴ്സിൻ്റെ വർക്കായാലും, ഈ ഇരിക്കുന്ന സ്പീക്കർ ഫ്രണ്ട് ഡോറിൽ ഇരുന്ന സ്പീക്കറായിരുന്നു, കമ്പനി സ്പീക്കർ. അത് നമ്മൾ ഫ്രണ്ട് ഡോറിൽ നിന്ന് എടുത്ത് പുറകിലെ ഡോറിൽ വെച്ചു. പിന്നെ ഡാമ്പിങ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ കാണുന്ന ഈ പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്തിട്ട് പകരം നമ്മൾ ഒരു എന്താ പറയുക, ഒരു അലുമിനിയം വിത്ത് ഒരു എപ്പോക്സി ലാമിനേഷനൊക്കെ ഉള്ള ഒരു ഷീറ്റ്, അതാണ് ഈ ഡാമ്പിങ് ഷീറ്റ് എന്ന് പറയുന്നത്. അത് ഫിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ആ ഒരു കവറെല്ലാം അഴിച്ചു മാറ്റി. പിന്നെ ഇതാ ഇങ്ങനെയാണ് സ്റ്റീരിയോ ഡാഷ്ബോർഡിൻ്റെ ഒരു ലുക്കൊക്കെ വരുന്നത്. അത് ആ പാനൽ റിമൂവ് ചെയ്തിട്ട് ഇനി 9 ഇഞ്ച് പാനൽ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിൽ സ്റ്റീരിയോ ചെയ്യാനായിട്ട് പോകുന്നത്. ഡാമ്പിങ് ഷീറ്റ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഓറ എന്ന് പറയുന്ന ബ്രാൻഡിലാണ്. നല്ലൊരു ബ്രാൻഡാണ് ഓറ. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. റഷ്യൻ ഒരു ഓഡിയോ മാനുഫാക്ചറിങ് കമ്പനിയാണ് ഓറ. ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് അവരുടേത്. സ്പീക്കേഴ്സ് ആയാലും അതുപോലെ സ്റ്റീരിയോസ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഓഡിയോ സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ ഡിക്കിയിൽ 360 ക്യാമറ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഡിക്കി ത്രൂ അതിൻ്റെ വയറൊക്കെ കൊണ്ടുപോകാനായിട്ട് കേബിളിങ് എല്ലാം കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡാമ്പിങ് ഷീറ്റ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഡാമ്പിങ് എല്ലാം ഫിനിഷ് ചെയ്ത് നമ്മൾ ഡോർ പാഡ് റീഇൻസ്റ്റാളേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 4 ഡോറിൻ്റെയും ഡോർ പാഡുകൾ രണ്ടാമതും റീഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ നമ്മൾ ചൂസ് ചെയ്തത് ഗോ മെക്കാനിക്കിൻ്റെ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്, 9 ഇഞ്ച് വരുന്ന. 360 ക്യാമറ സപ്പോർട്ടിങ്, അതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ഇത്തരം കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇതിൽ നമ്മൾ ചൂസ് ചെയ്തത്. നമ്മളപ്പോൾ ഗോ മെക്കാനിക്കിൻ്റെ സ്റ്റീരിയോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു ഈ ഹൈറൈഡറിൽ. ഇതിലപ്പോൾ 360 ക്യാമറ ഒക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ഒരു ഔട്ടൊക്കെ നോക്കി വെക്കാം. ഇതിപ്പോൾ അതിൻ്റെ ബാക്കാണ്. ബാക്ക് തന്നെ ഡിഫറെൻറ്റ് വ്യൂ നമുക്ക് കാണാം. ഫിഷായി, അതുപോലെ ഡയറക്റ്റ് ബാക്ക്, പിന്നെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ കാണാം. സെയിം ഫ്രണ്ട് കാണാം, അതേ സെയിം പല വ്യൂസായിട്ട് ഫിഷായി, അങ്ങനെ വൈഡ്. പിന്നെ അതുപോലെ സൈഡിൽ നിന്നുള്ള വ്യൂ 2-3 വ്യൂ കാണാം നമുക്ക്. താഴ്ഭാഗം, ഇപ്പോൾ ടയറൊക്കെ നമുക്ക് എന്താ പറയുക, ചരിക്കുന്നതൊക്കെ കണ്ടോ. ടയറിൻ്റെ അവിടെ വല്ല കല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് നോക്കിയിട്ട് കാണാം. ടയർ ഇപ്പോൾ നമ്മളിപ്പോൾ വീല് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വീല് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു സൈഡ് വശമൊക്കെ ഇങ്ങനെ കാണാം. ഇത് നമ്മൾ ഇൻഡിക്കേറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് വരും. ഇപ്പോൾ ഇൻഡിക്കേറ്ററിൽ ഇടുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു മോഡിലാണ് ഇപ്പോൾ ഈ സൈഡ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇൻഡിക്കേറ്റർ ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു വ്യൂ ആണ് കാണുക. ഈ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തു, ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞാൽ അത് പോകും. ഇനി നമുക്ക് വീണ്ടും ആ 360 എടുത്തിട്ട് ആ സൈഡ് വ്യൂവിനെ നമ്മൾക്ക് വേറൊരു ഈ ഒരു വ്യൂ എടുത്തിട്ട് സെലക്ട് ചെയ്ത് വെക്കാം, എക്സിറ്റ് ചെയ്യാം. വീണ്ടും നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ വ്യൂ ആണ് വരിക. ചിലർ 360 ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ കാണുന്ന വ്യൂ വേറെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. നിങ്ങളിൽ 360 ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ചെയ്താൽ മതി, അത് ക്ലിയർ ആവും. സാധാരണ നമ്മളിപ്പോൾ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തു, അത് എക്സിറ്റ് ആവും. നമ്മൾ 360 എടുക്കുന്നു,
സൈഡ് വശം സെലക്ട് ചെയ്തത് മാറുന്നു. ഇതിപ്പോൾ ലെഫ്റ്റിൽ ഈ ഒരു വ്യൂ ആണ് കിടക്കുന്നതെങ്കിൽ റൈറ്റിൽ ഈ വ്യൂ ആണ് കിടക്കുന്നത്. നമുക്ക് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് നോക്കി നോക്കാം. അപ്പോൾ ഏത് വ്യൂ ആണോ ഇനേബിൾ ആയി വരുന്നത് നോക്കി നോക്കാം. ഇതാ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടാനായിട്ട് പോവുകയാണ്. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. വീഡിയോ വന്നത് റൈറ്റ് വ്യൂ ആണ്, കണ്ടില്ലേ? ഇനി നമുക്ക് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാം. ഇത് എക്സിറ്റായി. അപ്പോൾ നമുക്ക് ലെഫ്റ്റിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ വ്യൂ രണ്ടാമത് നമുക്ക് നോർമൽ വ്യൂയിലോട്ട് മാറ്റാം. ഇനി രണ്ട് സൈഡ് വശം നമുക്ക് ഒരുമിച്ച് കാണാനായിട്ടുള്ളൊരു വ്യൂ, അതിൽ തന്നെ രണ്ട് തരത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ ബാക്ക്, ഫ്രണ്ട്, 3D ഇങ്ങനെയൊക്കെയാണ് ഈ ഗോ മെക്കാനിക്കിൽ 360 ക്യാമറ ചെയ്തതിൻ്റെ ഔട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടുള്ളത്. ഇതിൻ്റെ മറ്റു ഫീച്ചേഴ്സ് എന്നൊക്കെ നോക്കുമ്പോൾ നമുക്കിതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഈ ഓപ്ഷനൊക്കെ അവൈലബിൾ ആണ് ഇതിൽ. അതുപോലെ തന്നെയാണ് നമ്മൾ റിവേഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും ഇത് ബാക്കും ഇത് ഫ്രണ്ടും, അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ബാക്കിനെ നമ്മൾക്ക് ഇങ്ങനെ വൈഡായിട്ടുള്ള ഒരു വ്യൂവിൽ കാണിക്കാം, അതേപോലെ മുകളിൽ നിന്നുള്ള വ്യൂ കാണിക്കാം, ഇങ്ങനെ ഫിഷ് ഐ ലുക്കിലും കാണിക്കാം. നമ്മൾക്കിപ്പോൾ വൈഡായിട്ടുള്ളതൊക്കെയാണ് ബെറ്റർ. അപ്പോൾ ഇനി നമ്മൾ റിവേഴ്സ് ക്യാമറ, അതായത് റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ ഈ ഒരു വ്യൂ ആണ് വരിക. അതിവിടെ ഏത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ ഒരു വ്യൂവിൽ തന്നെ ആയിരിക്കും നമ്മൾക്ക് റിവേഴ്സ് കാണാനായിട്ട് പറ്റുക. അപ്പോൾ നമുക്കൊന്ന് റിവേഴ്സ് ഇട്ട് നോക്കാം. ഉണ്ടല്ലേ, ഈ ഒരു സെയിം ലുക്കിൽ തന്നെയാണ് റിവേഴ്സ് ക്യാമറ ഇനേബിൾ ആയിട്ടുള്ളത്. അടുത്തതായി നമ്മൾ ഈ വണ്ടിയുടെ ഗ്രില്ലിൽ ഒരു ബാർ LED സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലാഷർ ടൈപ്പാണ്. രണ്ട് മോഡ് ഇതിൽ വരുന്നുണ്ട്. രണ്ട് മോഡ് മീൻസ് രണ്ട് കളർ വരുന്നുണ്ട്. ഒരുപാട് മോഡുകൾ വരുന്നുണ്ട്. പല രീതിയിലുള്ള ഫ്ലാഷിങ് മോഡുകളുണ്ട്. രണ്ട് കളർ വരുന്നത് ബ്ലൂ, റെഡ്, വേറെ ഒരു കളറാണ്, പിന്നെ വൈറ്റും. അപ്പോൾ അങ്ങനെയാണ് അതിൽ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മിററിലും ഫ്രണ്ട് ഗ്രില്ല്, ബാക്ക് ഡിക്കിലൊക്കെ ആയിട്ട് ക്യാമറ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലുക്കിലാണ് 360 ക്യാമറ. ഇതിൽ ചെയ്തിട്ടുള്ള സിസ്റ്റം ഇതായിരുന്നു. ഗോ മെക്കാനിക് ഒളിമ്പസ് എന്ന് പറയുന്ന സിസ്റ്റം, 9 ഇഞ്ച് വരുന്നത്. ക്വാഡ് കോർ പ്രോസസ്സറൊക്കെയാണ്, അതുകൊണ്ട് നല്ല ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ വെക്സ്ട്രോൺ എന്ന് പറയുന്ന ഒരു സബ് വൂഫറും ഇതിൽ ചെയ്തിട്ടുണ്ട്. SS10X എന്ന് പറയുന്ന ഒരു സ്ലിം ബോക്സാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു സബ് വൂഫറാണ്. ഞാൻ ഇത്രയും ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ബ്രാൻഡ്, അതായത് ഒറിജിനൽ ബ്രാൻഡ്സിലല്ലാതെ മറ്റുള്ള ഇങ്ങനെയുള്ള ബ്രാൻഡുകളിൽ ഇത്രയും ഔട്ടുള്ള ഒരു സബ് വൂഫർ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ലൊരു ഔട്ട് കിട്ടുന്ന ഒരു സബ് വൂഫറായിരുന്നു വെക്സ്ട്രോണിൻ്റെ. കുറച്ച് പരിചയപ്പെടുത്താനുള്ളത് കോമ്പോണൻറ്റ് സ്പീക്കറാണ്. പയനിയറിൻ്റെ കോമ്പോണൻറ്റ് സ്പീക്കറാണ് നമ്മളിതിൽ ചെയ്തത്. 350 വാട്ടൊക്കെ വരുന്ന കോമ്പോണൻറ്റ് സ്പീക്കറാണ് ഇതിൽ ചെയ്തത്. അത്യാവശ്യം നല്ല ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ലോ പ്രൈസ് റേഞ്ചിൽ നല്ല ഓഡിയോ ഔട്ടുള്ള ഒരു സ്പീക്കേഴ്സാണ് പയനിയറിൻ്റെത്. ഇതിൻ്റെ വീഡിയോ ഔട്ട്പുട്ട് ക്വാളിറ്റിയൊക്കെ വരുന്നത് 1080 ഫുൾ HD ആണ്. നല്ലൊരു ക്ലാരിറ്റിയുള്ള IPS ഡിസ്പ്ലേ ഒക്കെയാണ് ഇതിൻ്റെത്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അതിലുള്ള ഡൗട്ടുകൾ, കാര്യങ്ങൾ, അതുപോലെ ഈ വർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. റിപ്ലൈ തരുന്നതായിരിക്കും. അതുകൂടാതെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഹൈ റൈഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അതുപോലെ ഈ ഹൈ റൈഡർ ബുക്ക് ചെയ്ത് ഡെലിവറിക്ക് വെയിറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്കുകൾക്കായിട്ട് നമ്മുടെ ഷോപ്പുമായി ബന്ധപ്പെടാം. അതിൻ്റെ ഫുൾ കൊട്ടേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ലിമിറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റും അല്ലെങ്കിൽ കുറച്ച് ഓവറായിട്ടുള്ള മോഡിഫിക്കേഷൻ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് ഇത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ഒരു പ്ലാനിങ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന വീഡിയോ ഒരു ഇന്നോവയാണ്, ടൊയോട്ട ഇന്നോവ ഫ്രം തമിഴ്നാട്. അപ്പോൾ അതൊരു അത്യാവശ്യം വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എന്തായാലും നെക്സ്റ്റ് വീക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇനി കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായും വരാം. See you.